കേരളത്തിലെ പല ആളുകൾക്കും ഒരു മാജിക് നമ്പർ ഉണ്ട്. എനിക്ക് 1 കോടി ആയാൽ മതി, പിന്നെ ഒരു ടെൻഷനും ഇല്ല. പലരും പറയുന്നത് കേൾക്കാം ഇങ്ങനെ. പക്ഷെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ 1 കോടി കിട്ടിയാൽ എന്ത് ചെയ്യും? ബാങ്കിലിടുമോ, ചെലവാക്കുമോ, അതോ അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുമോ? ഇവിടെയാണ് വലിയ തെറ്റുകൾ. പണ്ട് കാലത്ത് 1 കോടി എന്ന് പറഞ്ഞാൽ വലിയ ധനികനായിരുന്നു. ഇന്ന് 1 കോടി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഫ്ലാറ്റ് വാങ്ങുന്ന തുകയേ ആയുള്ളൂ. അതും അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട്, അതും അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഫണ്ടിലേക്ക് ഒരു ചെറിയ കരുതൽ. റിട്ടയർമെന്റിൽ ആളുകൾ കോർപ്പസ് ആണ് നോക്കുന്നത്, അതായത് ഫണ്ട്. ഇത്ര തുകയുണ്ട് എന്റെ കയ്യിൽ, എങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത്? പക്ഷേ ഞാൻ പറയുന്നു, ഇൻകം ആണ് നോക്കേണ്ടത്. കാരണം ഒരു ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ തിന്നില്ല. പക്ഷേ ഇൻകം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ജീവിക്കാൻ സാധിക്കും. സപ്പോസ് 1 കോടി രൂപ നിങ്ങൾ ബാങ്കിൽ FD ഇട്ടു എന്ന് കരുതുക. 7% ഇൻട്രസ്റ്റ് നോക്കിയാൽ ഒരു വർഷം 7 ലക്ഷം രൂപ കിട്ടും. ഇതിൽ നിന്നും ടാക്സും കുറയും. മന്ത്ലി നോക്കി ആവറേജ് ഒരു 50, 50,000, 55,000 രൂപ കിട്ടും. ഒന്ന് ചോദിക്കട്ടെ, ഇന്ന് 50,000 രൂപ കൊണ്ട് സുഖമായിട്ട് ഒരു മാസം ഒരു കുടുംബം കഴിയാൻ സാധിക്കുന്നുണ്ടോ? അടുത്ത ഒരു കാര്യം ഹെൽത്ത് കെയർ ആണ്. ഒരു ഷോക്കിംഗ് ന്യൂസ് പറയും. ഏജ് ഒരു 60, 65 ആവുമ്പോൾ ഒരു ഹാർട്ട് അറ്റാക്കോ ഹാർട്ട് ഡിസീസോ എന്തെങ്കിലും വന്നെന്ന് കരുതുക. ഒരു ഹാർട്ട് സർജറിക്ക് ഇന്ന് മിനിമം 8 ലക്ഷം രൂപ വേണം. ക്യാൻസർ ആണെങ്കിൽ 15, 25 ലക്ഷം രൂപ വരെയും ആവശ്യമുണ്ട്. ചെറിയൊരു ജോയിന്റ് റീപ്ലേസ്മെന്റ് നടത്താൻ പോലും 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ വേണം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കോർപ്പസ് ബാക്കി എത്ര കാണും? മുമ്പൊക്കെ ആളുകൾ 60, 65 വയസ്സ് വരെ ജീവിച്ചെങ്കിൽ ഇന്ന് 80, 90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ട്. സന്തോഷകരമായ കാര്യമാണല്ലേ കൂടുതൽ കാലം ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. പക്ഷേ മറുപുറം ചിന്തിച്ചാൽ കൂടുതൽ വർഷം ജീവിക്കുമ്പോൾ അത്രയും എക്സ്പെൻസ് ഉണ്ടാകും. അതിനുള്ള പണവും നമ്മുടെ കയ്യിൽ വേണം. അതായത് നമ്മളുടെ കോർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫണ്ട് എന്ന് പറയുന്നത് കൂടുതൽ കാലം നിലനിൽക്കണം. ഇന്നത്തെ 50,000 രൂപ ഒരു 20 വർഷം കഴിയുമ്പോൾ 1.5 ലക്ഷം ആകും. അപ്പോൾ ഇന്ന് നമ്മൾ കണക്കാക്കുന്ന ഈ 1 കോടി 20 വർഷം കഴിയുമ്പോൾ മതിയാകുമോ? അപ്പോൾ ഒരു റിട്ടയർമെന്റ് പ്ലാനിംഗ് നടത്തുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം 1 കോടി മതിയാകുമോ എന്നല്ല, മറിച്ച് എന്റെ ജീവിതശൈലി നിലനിർത്താൻ എത്ര രൂപ വേണം, ഇൻകം വേണം എന്നതാണ് ചോദിക്കേണ്ടത്. ഒരു വ്യക്തി എന്നെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ കയ്യിൽ 1.25 കോടി രൂപയുണ്ട്. ഞാൻ ചോദിച്ചു, മാസ ചെലവ് എത്ര വരും? അദ്ദേഹം പറഞ്ഞു, ഒരു 80,000, 90,000 രൂപ വേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നം ഒരു കോർപ്പസ് ഇല്ലായ്മയല്ല, മറിച്ച് സസ്റ്റെയിൻ ആയിട്ടുള്ള ഇൻകം ഇല്ല എന്നുള്ളതാണ്. റിട്ടയർമെന്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു എമൗണ്ട് ഗെയിമിംഗ് അല്ല, മറിച്ച് ഒരു ഇൻകം ഗെയിമാണ്. കോർപ്പസ് എത്രയുണ്ട് എന്നുള്ളതല്ല പ്രാധാന്യം, പക്ഷേ അത് നിങ്ങളെ എത്ര കാലം ജീവിപ്പിക്കും എന്നുള്ളതാണ് പ്രാധാന്യം. നിങ്ങളുടെ നിലവിലുള്ള കോർപ്പസ് നിങ്ങൾക്ക് മതിയാകുമോ എന്നറിയണോ? എന്റെ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എത്ര കോർപ്പസ് വേണമെന്ന് മനസ്സിലാക്കാം. എങ്ങനെ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്യാം എന്നും മനസ്സിലാക്കാം. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലാക്കാം.